ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ നാനും ബട്ടർ നാനൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സമയത്ത് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പച്ചക്കുത്തുമണമൊക്കെ മാറിയിട്ട് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 750 ഗ്രാമോളം ചിക്കൻ്റെ പീസുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളകും 2 സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം ചിക്കൻ മസാല. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളിട്ട തക്കാളിയൊക്കെ കണ്ട ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം എല്ലാം കൂടെ. ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ തൈരാണ്. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുവാണ്. ഇനി വേണ്ടത് കസൂർ മേത്തിയാണ്. നമ്മളതിലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. മൂടി വെച്ച് ബട്ടർ നാനിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.